മലപ്പുറം എടവണ്ണയിലെ വീട്ടിൽ നിന്ന് ആയുധശേഖരം പിടികൂടിയ സംഭവത്തിൽ തോക്കുകൾ ബാലിസ്റ്റിക് പരിശോധനയ്ക്കയക്കും വിവരങ്ങൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം. പ്രതി ഉണ്ണിക്കമ്മദിനെ പോലീസ് 2 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി. ഇയാളുടെ വീട്ടിൽ നിന്നാണ് 3 റൈഫിളുകളും 200ഓളം വെടിയുണ്ടകളും കണ്ടെത്തിയത്. എടവണ്ണയിലെ വീട്ടിലാണ് 67 വയസ്സുള്ള ഉണ്ണിക്കമ്മദ് തോക്കുകളും വെടിയുണ്ടകളും സൂക്ഷിച്ചിരുന്നത്. വിൽപ്പനയുമുണ്ടായിരുന്നു. 2 തോക്കുകളും 100 തിരകളും കൈവശം വയ്ക്കുന്നതിനുള്ള ലൈസൻസ് ഇയാൾക്കുണ്ട്. ഇതിന്റെ മറവിൽ അനധികൃതമായി സൂക്ഷിച്ച തോക്കുകളും വെടിയുണ്ടകളുമാണ് പോലീസ് കണ്ടെത്തിയത്. 3 റൈഫിളുകൾ, 200-ലധികം വിവിധ തോക്കുകളിൽ ഉപയോഗിക്കുന്ന വെടിയുണ്ടകൾ, 20 എയർ ഗണ്ണുകൾ, 40 പെല്ലറ്റ് ബോക്സ് എന്നിവ പിടിച്ചെടുത്തു. തോക്കുകൾ എത്ര തവണ ഉപയോഗിച്ചു, തിരകളുടെ വിവരങ്ങൾ എന്നിവ അറിയാൻ ബാലിസ്റ്റിക് പരിശോധനയ്ക്ക് അയക്കും. തിരുവനന്തപുരം ഫോറൻസിക് ലാബിലേക്കാണ് കോടതിയുടെ സാക്ഷ്യത്തോടെ ഇവ അയക്കുക. കോടതിയിൽ ഹാജരാക്കിയ പ്രതി ഉണ്ണിക്കമ്മദിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ഇയാൾ നിരവധി പേർക്ക് തോക്കുകൾ വിൽപ്പന നടത്തിയിട്ടുണ്ട്. തിരകളും തോക്കുകളും എവിടെ നിന്ന് ലഭിച്ചു എന്നതിൽ പോലീസ് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. എയർ ഗണ്ണുകൾ വിൽപ്പന നടത്തുവാനുള്ള അനുമതിക്കായി ജില്ലാ കളക്ടർക്ക് ഉണ്ണിക്കമ്മദ് അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. വീടിനോട് ചേർന്ന് ഒരു ഷോപ്പ് പോലെയാണ് എയർ ഗൺ വിൽപ്പന നടത്തിയതെന്നാണ് നിഗമനം. പാലക്കാട് യുവാക്കളിൽ നിന്ന് വെടിയുണ്ട കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് എടവണ്ണയിലെ ആയുധശേഖരം പിടികൂടുന്നതിലേക്ക് എത്തിയത്. ഈ യുവാക്കൾക്ക് വെടിയുണ്ട വിറ്റത് ഉണ്ണിക്കമ്മദാണ്. വിപിൻ സി വിജയൻ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.